സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു തരം ചെറിയാണ്. ഇതിന് റെയിനിയർ ചെറി എന്നാണ് പറയണത്. അപ്പോൾ ഇത് സ്പെഷ്യൽ വെറൈറ്റി ചെറിയാണ്. ഇത് നോൺ GMO ആണ്. ഇത് ഇങ്ങനെ ഇരിക്കണത്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. അപ്പം നമ്മളിത് പൊട്ടിച്ചു. അപ്പം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ചുമപ്പും മഞ്ഞയും ഒരു മിക്സ് കളറാണ്. സാധാ ചെറുടെ പോലെ ഫുൾ റെഡ് അല്ല. അപ്പം ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിനേക്കാളും മധുരം കൂടുതലാണ്. പിന്നെ പ്രിഫേർഡ് വെറൈറ്റിയാണ്. ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ അത് സാലഡ്സിൽ, യോഗട്ട്സിലൊക്കെ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഇതൊരു ഹൈബ്രിഡാന്ന് പറയാൻ പറ്റില്ല. ഒരു നാച്ചുറൽ പോളിനേഷനിലൂടെ ഉണ്ടാക്കിയാന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിൽ. അപ്പോൾ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവിടെയാണ് അത് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണത്. മറ്റേ മൊണ്ടാന, വാഷിങ്ടൺ, ഒറിഗൺ, അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യണത്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ മെലറ്റോണിൻ്റെ ഒരു ഗുഡ് സോഴ്സാണ്. പിന്നെ ആന്തോസൈനിൻസ് ഉണ്ട്, അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വിറ്റാമിൻ C ഉണ്ട്, ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ വിറ്റാമിൻ എയുടെ സോഴ്സും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് റെയിനർ ചെറി. ഇതൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കിയിട്ട് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. മറ്റേ സാധാ ചെറിയ അത്രയും പുളി അല്ലെങ്കിൽ ടാർട്ട്നെസ് ഇല്ല. ടാർട്ട്നെസ് കുറവാണ്. അത്യാവശ്യം മധുരമുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചെറിയാണ്. പ്രൈസ്ഡ് വെറൈറ്റിയാണ്. അപ്പം ഇതാണ് റെയിനർ ചെറി. എല്ലാവരും കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലും പിടിപ്പിക്കാൻ നോക്കുക. ഭക്ഷിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ.